റോഡ് ക്ലോസ് ചെയ്യേണ്ട ആവശ്യമില്ല. വെൽക്കം ടു അനദർ വ്ളോഗ്. ഇന്ന് രാവിലെ എഴുന്നേറ്റ് ഞങ്ങൾ കുറ്റിച്ചിറയിലുള്ള ഇടേല ഹോട്ടലിലാണ് പോകുന്നത്. പല ഓട്ടോക്കാരോടും ഞങ്ങൾ ചോദിച്ചു, പക്ഷെ ആരും ഞങ്ങളെ ഇവിടെ വിടാനായി തയ്യാറായില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എനിക്ക് പോലും അറിയില്ല. അങ്ങനെ ഞങ്ങൾ ഇടേല ഹോട്ടലിൽ കയറി. നല്ല ബിസിയാണ് രാവിലെ തന്നെ. ഞങ്ങൾക്ക് 2 സീറ്റ് കിട്ടി. ഞങ്ങൾ ഓർഡർ ചെയ്തത് ഉപ്പുമാവും ബീഫ് റോസ്റ്റും മട്ടൻ സ്റ്റൂവും ഇടിയപ്പവുമായിരുന്നു. അവസാനം ഒരു ചായയും കുടിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇതിന്റെ ഇടയിൽ ആയതുകൊണ്ടായിരിക്കാം അതിന് ഇടേല ഹോട്ടൽ എന്ന പേര് വന്നത്. പിന്നീട് ഞങ്ങൾ കുറ്റിച്ചിറ കുളത്തിലേക്ക് പോയി. അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് അതിന് ചുറ്റും ഞങ്ങളൊരു വലയം വെച്ചു. ഇവിടെ വാസ്കോഡ ഗാമ ആദ്യമായി വന്നിറങ്ങിയ സ്ഥലമാണെന്നാണ് പറയുന്നത്. പെട്ടെന്ന് ചീറിപ്പാഞ്ഞ് ഒരു പയ്യൻ സൈക്കിളിൽ പോയി. ഇവൻ എവിടെ നിന്ന് പൊട്ടി വിടർന്നെന്ന് എനിക്ക് അറിയില്ല. ഞാൻ തിരിഞ്ഞു നോക്കി. അലോഷിയുണ്ട് അവിടെ ഭാഗ്യത്തിന്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പെട്ടെന്ന് മഴ പെയ്തു. മഴയത്ത് ഞങ്ങൾ കുറെ നടന്നു. പിന്നെ ഈ ഷെഡിൽ വന്ന് നിന്നു. ഇത് ഒരു സ്കൂളിന്റെ പുറകുവശമാണ്. ഞങ്ങൾ അവിടെ കുറച്ചുനേരം നിന്നു. പിന്നെ ഞങ്ങൾ പോയത് ഇഷ്കാൽ മോസ്കിലേക്കായിരുന്നു. പക്ഷേ അതിന്റെ ഉൾവശം കാണാനായി ഞങ്ങൾക്ക് പറ്റിയില്ല. അത് അടച്ചിട്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങൾ കുറ്റിച്ചിറ കുളത്തിനോട് യാത്ര പറഞ്ഞ് നേരെ കോഴിക്കോട് ബീച്ചിലേക്ക് പോയി. പോകുന്ന വഴി തന്നെ ഇതിന്റെ അടുത്ത് ചാമ്പ്യൻ ഹോട്ടൽ കണ്ടു. അപ്പോൾ നാളെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ വേണം കഴിക്കാൻ വരാൻ. ഞങ്ങൾ ബീച്ച് റോഡിലൂടെ യാത്രയായി. രാവിലെ അധികം തിരക്കൊന്നുമില്ല. സ്ഥിരം ഇവിടെ വൈകുന്നേരങ്ങളിലാണ് ഓൺ ആവുന്നത്. ഓട്ടോ ഡ്രൈവർ ഞങ്ങളോട് ഈ സ്ഥലത്തെക്കുറിച്ച് വാചാലനായി. അതൊന്നും വലിയ മൈൻഡ് ചെയ്യാതെ ഞാനിരുന്നു. അങ്ങനെ കോഴിക്കോട് ബീച്ചിൽ ആളുകൾ കുറവാണ്. വൈകുന്നേരം ഇവിടെ വരണമെന്ന് ശാലിൻ എന്നോട് പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് തിരിച്ചു വന്നു. എനിക്ക് തലേന്നത്തെ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാനുണ്ട്. ഞങ്ങളുടെ റൂം ക്ലീൻ ചെയ്യുന്നതുകൊണ്ട് താഴത്തെ കോഫി ഷോപ്പിൽ പോയി ഒരു കോഫിയൊക്കെ ഓർഡർ ചെയ്തു. ഞാൻ ആ കോഫി കുടിച്ച് അവിടെ അല്പനേരം ഇരുന്ന് ലഞ്ചിനായി ഞങ്ങൾ പുറത്തു. ഒരു ഓട്ടോ പിടിച്ച് ഞങ്ങൾ നേരെ പോയത് പാരഗണിലേക്കായിരുന്നു. ഓട്ടോ ഡ്രൈവർ കൃത്യമായി എന്റെ ഫ്രണ്ടിൽ കൊണ്ടിറക്കി. ഇന്ന് ഞങ്ങളുടെ ഭാഗ്യം കൊണ്ട് ഇവിടെ വലിയ തിരക്കില്ല. സാധാരണ ഗതിയിൽ സ്റ്റാഫിനെ കാണാൻ പറ്റാത്ത രീതിയിൽ തിരക്കുണ്ടെന്നാണ് ആ ഓട്ടോ ഡ്രൈവർ ഞങ്ങൾ AC റൂമിൽ ഒരു സീറ്റ് കിട്ടി. ഞങ്ങൾ അവിടെ ഇരുന്നു. ഞങ്ങൾ ഓർഡർ ചെയ്തത് 2 മട്ടൻ ബിരിയാണി ആയിരുന്നു. കുറ്റിച്ചിറ ബിരിയാണി സെന്ററിനെക്കാട്ടിലും ഒരു ഡിഫറന്റ് ആണ് പാരഗണിലെ ബിരിയാണി. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. അവിടെ നിന്ന് ഞങ്ങൾ പോയത് മിൽക്ക് സർബത്ത് കുടിക്കാൻ വേണ്ടിയായിരുന്നു. പക്ഷെ ഞങ്ങൾ മിൽക്ക് സർബത്ത് കുടിക്കാതെ സോഡാ സർബത്ത് കുടിക്കും. കാരണം പച്ചപ്പാൽ കുടിക്കാനായി ഷാരിന് പേടി. നല്ല സർബത്തായിരുന്നു. വെറും 20 രൂപയുള്ളൂ ആ സർബത്തൊക്കെ ഞങ്ങൾ. പിന്നീട് ഞങ്ങൾ കുമാരി ബനാന ചിപ്സിൽ കയറി. ഇവിടുത്തെ ചിപ്സും മുറുക്കും വളരെ ഫേമസ് ആണെന്ന് ശാലിൻ പറഞ്ഞു. എനിക്ക് അവിടുത്തെ മിസ്റ്റർ കുറച്ച് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി തന്നു. ശാലിൻ പറഞ്ഞത് ശരിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ടല്ല. അലോഷ്യസിന് 2 ലഡുവും കൊടുത്തു. നല്ല തിരക്കുള്ള റോഡാണ് പിൻപിലുള്ളത്. ഈ കടയിലും നല്ല തിരക്കാണ്. ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഇറങ്ങി റൂമിലേക്ക് വന്നു. വൈകുന്നേരമായപ്പോൾ എനിക്കൊരു ആഗ്രഹം ഉണ്ടായി, ഒന്ന് മുടി വെട്ടിച്ചാലോ എന്ന്. അവിടെ തന്നെയുള്ള ഒരു ബോയ്സ് സലൂണിൽ കയറി. അവിടുത്തെ ആളുകളോട് എങ്ങനെ എന്റെ മുടി വെട്ടണമെന്ന് പറഞ്ഞു കൊടുത്തു. പക്ഷേ അവർക്കൊന്നും മനസ്സിലായില്ല. പെട്ടെന്ന് തന്നെ അവിടുത്തെ സീനിയർ മൊബൈൽ എടുത്തോണ്ട് വന്ന് എന്തൊക്കെയോ കാണിച്ചു തന്നു. ഞാൻ എല്ലാത്തിനും തലയാട്ടി. എന്റെ കഴുത്തിൽ ഒരു പ്ലാസ്റ്റിക് സാധനം കെട്ടി. പിന്നീട് അവിടെ നടന്നത് ഒരു താജ്മഹൽ പണിയായിരുന്നു. എന്റെ തലയിലെ ഡാൻഡ്രഫ് കണ്ട് മുടി ഒട്ടുന്നതിന് വിഷമമായി. പിന്നെ എന്തോ ഒരു ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്ത് ആവി പിടിച്ചു. അതിനുശേഷം എനിക്ക് നല്ല സുഖമായിരുന്നു. എന്താ സംഭവിച്ചതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഞാൻ പുറത്തിറങ്ങി. നല്ല മഴയാണ്. ഞാൻ കുറച്ചുനേരം ആ മഴയൊക്കെ ആസ്വദിച്ചു നിന്നു. അവിടെ നടന്ന് ഞാൻ എന്റെ ഹോട്ടലിൽ പോയി. മഴ വൈകുന്നേരവും പെയ്തു. ഞങ്ങൾ 3 പേരും കൂടെ പുറത്തിറങ്ങി കഴിക്കാനായി. എന്നെ ഒരു കൂട്ടുകാരൻ കാണാൻ വരാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ലാസ്റ്റ് മിനിറ്റിൽ അവൻ കാലുമാറി. ഞങ്ങൾ ആക്ച്വലി പോകാനിരുന്നത് സോഷ്യൽ സ്ലൈഡർ എന്ന ഗാന്ധി നഗറിലുള്ള ഒരു ഹോട്ടലിലേക്കായിരുന്നു. പക്ഷേ ഒരൊറ്റ ഓട്ടോക്കാർ പോലും അങ്ങോട്ടേക്ക് പോകുന്നില്ല. എനിക്ക് അറിയാൻ വയ്യാത്തോട്ട് ചോദിക്കുകയാണ്, ആക്സിലേറ്റർ തിരിക്കാൻ ഉള്ള മടി കൊണ്ടാണോ അതോ ശരിക്കും വഴി അറിയാത്തതുകൊണ്ടാണോ എന്തോ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. വലതുവശത്ത് കാണുന്നത് സാഗർ ഹോട്ടലാണ്. അതൊക്കെ ദൂരെന്ന് കണ്ട് ഞാൻ ആസ്വദിച്ചു നടന്നു. വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഞങ്ങൾ പിന്നെ ഒരു പിസ്സ ഹട്ടിൽ കയറി. അവര് റെക്കമെൻഡ് ചെയ്ത ബെസ്റ്റ് സെല്ലറായ ചിക്കൻ ടിക്ക പിസ്സയാണ് കഴിച്ചത്. ആ പിസ്സ കഴിച്ചിട്ട് ഞാൻ ആലോചിച്ചു, ഇത് ബെസ്റ്റ് സെല്ലർ എന്ന് ആരാണ് ഇട്ടത്? ഇത് ബെസ്റ്റ് സെല്ലർ ആണെങ്കിൽ ബാക്കിയുള്ള പിസ്സ എങ്ങനെയായിരിക്കുമെന്ന് ഞാൻ ആലോചിച്ചു. അങ്ങനെ ഞങ്ങൾ വെള്ളം മേടിക്കാൻ വേണ്ടി ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറി. വെള്ളവും മേടിച്ച് ഞങ്ങൾ തിരിച്ച് ഹോട്ടലിലേക്ക് പോയി. അങ്ങനെ ആ ദിവസം അവസാനിച്ചു. ഗുഡ് ബൈ.